ഈ കാണുന്ന 3 പിക്ചറിൽ ഒരു പിക്ചർ നിങ്ങളെ കോൾ ചെയ്യുന്ന, അതേപോലെ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് ഡൊമിനേറ്റ് ചെയ്യുന്ന ആ പിക്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് റീഡിങ്സിലോട്ട് പോകാം. ഫസ്റ്റ് പിക്ചർ ചൂസ് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ്, ജഡ്ജ്മെൻറ്റ്, ദ ഹൈ പ്രീസ്റ്റസ് ആൻഡ് 2 of Wands. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ബിക്കോസ് നിങ്ങൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എത്ര വലിയ ചാലഞ്ചസ് ലൈഫിൽ വന്നാലും അത് വളരെ കാമായി ഫേസ് ചെയ്യാനും നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളെയും ഈ ലോകത്തെയും വളരെയധികം ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങൾ എപ്പോഴും പ്രോബ്ലംസിന് സൊല്യൂഷൻ പുറത്ത് അന്വേഷിക്കുന്ന വ്യക്തികളല്ല. നിങ്ങൾ അതുപോലെ വളരെ ക്ഷമയുള്ള വ്യക്തികളാണ് നിങ്ങൾ. പിന്നെ ഒരു കാര്യത്തിലും റഷ് ചെയ്ത് തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാറില്ല. ബട്ട് എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. പിന്നെ പുറമേയുള്ള ആളുകളുടെ വാലിഡേഷനോ അവരുടെ അപ്രൂവലോ അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷനോ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ അല്ല നിങ്ങൾ. അങ്ങനെയുള്ളൊരു മറ്റുള്ളവരുടെ അഭിപ്രായം എന്താവും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളെ അല്ല നിങ്ങൾ. നിങ്ങളെപ്പോഴും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാനും നിങ്ങളുടെ വാലിഡേഷന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ മനസ്സാക്ഷിയെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. അതുപോലെ നിങ്ങൾക്കുള്ളൊരു വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ യു ആർ ഫിയർലെസ്. അതായത് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ, എസ്പെഷ്യലി ഇങ്ങനെ നമുക്ക് കുറച്ച് കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഓരോക്കുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമല്ലോ. ഇപ്പോൾ ഡ്രൈവിങ്, സ്വിമ്മിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു പേടിയില്ലാത്ത ചില ആളുകൾക്കൊക്കെ വളരെ പേടിയുണ്ടാവും. അത് ട്രൈ ചെയ്യാൻ തന്നെ പേടിയുണ്ടാവും. അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഞാൻ വീഴും, അങ്ങനെയുള്ളൊരു തോട്ടൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒട്ടും പേടിയില്ലാത്ത ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്. അതിന് പേടി നിങ്ങൾക്കധികം ഇല്ല. പിന്നെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന ആളുകളല്ല നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ഈസിയായി മൂവ് ഓൺ ചെയ്യാൻ തക്കവണ്ണം അത്രയും മെച്യൂരിറ്റി ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. പിന്നെ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തിരുത്താനും ഒരു മടിയും ഇല്ലാത്ത പേഴ്സൺസാണ് നിങ്ങൾ. കാരണം എന്തെങ്കിലും പാസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വന്നാലും അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുന്ന ആളുകളും അത് തിരുത്താൻ ശ്രമിക്കുന്ന ആളുകളുമാണ്. പിന്നെ ലൈഫിനോടും നിങ്ങളോടും നിങ്ങൾക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ലൈഫിനോട് ഭയങ്കര പാഷനുള്ള ആളുകളാണ്. അതുപോലെ കംഫർട്ട് സോണിന് പുറത്ത് വരികയും പുതിയ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ ലൈഫും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. എപ്പോഴും പേടിച്ച് ഒതുങ്ങിക്കൂടി അങ്ങനെയുള്ള ഒരാളല്ല. പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും പുതിയ ഓപ്പർച്യൂണിറ്റീസൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതേപോലെ എല്ലാം എക്സ്പ്ലോർ ചെയ്യും. നിങ്ങൾ തന്നെ ലൈഫിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പിക്ചർ ചൂസ് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. Ace of Cups, 2 of Swords. ഫസ്റ്റ് വന്ന കാർഡാണ് എടുക്കുന്നത്. വൺ മോർ കാർഡ്. ഓക്കെ, പേജ് ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ സെക്കൻഡ് പിക്ചർ ചൂസ് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ്, 2 of Swords, 7 of Swords ആൻഡ് പേജ് ഓഫ് പെൻഡക്കിൾസ്. നിങ്ങളുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുകയും അത്രയും റിസ്ക് എടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇടുകയും ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയ നോളേജ് അക്വയർ ചെയ്യാനും അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ എപ്പോഴും ക്യൂരിയോസിറ്റി കാണിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും അവനവൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ വിചാരിക്കും നിങ്ങൾ സെൽഫിഷ് ആണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഇതുണ്ട്. അതേപോലെ തന്നെ അവനവൻ്റെ കഴിവിലും അറിവിലും
നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. അതായത് അങ്ങനെ ആ കോൺഫിഡൻസ് ഉണ്ടാവാനുള്ള കാരണം തന്നെ ഇത് കണ്ടോ, ഈ കാർഡ് 2 ഓഫ് സോർട്സ്. ആക്ച്വലി അതൊരു ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു കാർഡാണ്. ഓവർ തിങ്കിങ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഓവർ തിങ്കിങ് എന്നുള്ള കാര്യം ഞാനൊരു പോസിറ്റീവ് ട്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഒരു കാര്യത്തിനെ പല ആംഗിളിൽ നിന്ന് പഠിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഈ ഓവർ തിങ്കേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. നമുക്കൊരു കാര്യത്തെ നമ്മളിങ്ങനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് എന്താവും, അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും വാട്ട് ഇഫ് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഞാൻ അതിനെ വേറൊരു രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ട് പല ആംഗിളിൽ നിന്നും അത് അറിയാനുള്ള മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഈ ഓവർ തിങ്കേഴ്സിന്. അപ്പോൾ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ട് എന്നാൽ പോലും നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആംബിഷ്യസ് എന്ന് പറഞ്ഞ ക്വാളിറ്റി, അല്ലെങ്കിൽ സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ആ ഒരു ഹാർഡ് വർക്ക് ചെയ്യണം, റിസ്ക് എടുക്കണം, ആ ഒരു ക്വാളിറ്റിക്ക് അതൊരു മുതൽക്കൂട്ട് എന്നല്ല, അതൊരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഓവർ തിങ്കിങ്. കാരണം നിങ്ങൾ പല ആംഗിളിൽ നിന്ന് ഒരു കാര്യത്തെ പഠിക്കാൻ ശ്രമിക്കും. പുറമെ നിങ്ങൾ ഭയങ്കര അല്ല, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ അത്രയും ചെയ്യും, നല്ല അറിവുള്ള ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യും, സെൽഫിഷ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും ഇമോഷൻസ് കുറവായിട്ടുള്ള ആളുകളെ പോലെയൊക്കെ നിങ്ങളെ കാണുമ്പോൾ ഫീൽ ചെയ്യും. ബട്ട് ഇൻസൈഡ്, അതായത് ഉള്ളിൽ നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളുകളാണ്. പക്ഷെ പുറമെയുള്ള ആളുകൾക്ക് അത് മനസ്സിലാവില്ല. മേ ബി നിങ്ങളത് ഹൈഡ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സെൻസിറ്റീവായിട്ട് മീൻസ് വിഷമങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങളത് മറക്കാൻ നിങ്ങൾ പെട്ടെന്ന് ഡൈവേർട്ടായി പോകുന്ന ആളുകളായിരിക്കും. അതുകൊണ്ടായിരിക്കാം. സോ നിങ്ങൾ ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ എല്ലാവരോടും പെട്ടെന്ന് അങ്ങനെ അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്ന ആളുകളല്ല നിങ്ങൾക്ക് ആരോടും അത്ര പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യില്ല. ബട്ട് അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ഹെൽപ്പും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ഇമോഷണലി അത്രയും അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരാളോട് നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും, എത്ര വേണമെങ്കിലും റിസ്ക് എടുക്കും, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാവും. അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ. പിന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, അംബീഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. ഇതാണ് സെക്കൻഡ് പിക്ചർ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഹിഡൻ ക്വാളിറ്റീസ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആൻഡ് കമൻറ്റ്സ് പറയണേ. അതുപോലെ ഞാൻ കൺവേ ചെയ്യണ മെസ്സേജ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ സംസാരത്തിലോ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് ഒക്കെ ഉണ്ടാവും. റോഡ് സൈഡാണ് റോഡ് സൈഡാണ് വീട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് നോയ്സൊക്കെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും, ക്ഷമിക്കണം. മാക്സിമം നോയ്സ് ക്യാൻസലേഷൻ ചെയ്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്ന് ഇഗ്നോർ ചെയ്യണം. അപ്പോൾ വീഡിയോ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, വീഡിയോന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ കമൻറ്റ്സ് രേഖപ്പെടുത്തണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് റീഡിങ് നോക്കാം. തേർഡ് പിക്ചർ ചൂസ് ചെയ്ത ആളുകളുടെ കാർഡ്സ് വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, ദ ലവേഴ്സ്, 10 ഓഫ് കപ്സ്. നിങ്ങളുടെ ഹിഡൻ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോഴും അതായത് യൂണിവേഴ്സും നിങ്ങളുമായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന വ്യക്തികളാണ്. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തോ ഒരു ഹയർ പർപ്പസിന് വേണ്ടി ഈ ഭൂമിയിൽ വന്നതാണെന്ന്. അതായത് നോർമലായിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ച് തിരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള ഒരാളല്ല ഞാനെന്നും, അതേപോലെ എൻ്റേതായ ഒരു കയ്യൊപ്പ് ഇവിടെ ഉണ്ടാവണമെന്നും, ഞാൻ കാരണം മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെന്നും കരുതുന്ന ആളുകളാണ്. പിന്നെ നിങ്ങൾ വളരെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരായിട്ട് പെട്ടെന്ന് കണക്ഷൻ കിട്ടാൻ, പെട്ടെന്ന് കണക്റ്റഡ് ആവാൻ പറ്റുന്ന വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവരിൽ നിന്നും ലൈഫിനെ വേറൊരു തലത്തിൽ നോക്കി കാണുന്ന വ്യക്തികളാണ്. അതുപോലെ വളരെ വ്യത്യസ്തത നിറഞ്ഞ ഇമാജിനേഷൻസ് ഉള്ള ആളുകളാണ്. അതായത് ഇപ്പോൾ ഒരാൾ നോർമലി എല്ലാ ആളുകളും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ മേ ബി അത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതിൻ്റെ ആ നെഗറ്റീവിൽ മാത്രമേ ഇരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ആ ഒരു കാര്യത്തിൻ്റെ വേറൊരു ഭാഗം അല്ലെങ്കിൽ മറുപുറം അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത തരത്തിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു കൺക്ലൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളതിനെ വേറൊരു രീതിയിലായിരിക്കും വിശകലനം ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്ന വ്യക്തികളാണെന്നാണ് ഈ കാർഡ്സിലൂടെ പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് കൂടുതലുള്ള ആളുകളാണ് നിങ്ങൾ. മെൻ്റലി ആണെങ്കിലും ഫൈനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും
ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസസിലൂടെ കടന്നു വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ കാരണത്താൽ തന്നെ മറ്റുള്ളവരുടെ സഫറിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റുള്ളവരുടെ സഫറിങ്സ് മനസ്സിലാക്കാനും എമ്പതി ഫീൽ ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും. അതുപോലെ നല്ലൊരു നാളേക്കായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെയും അതേപോലെ ബുദ്ധിയും, അതായത് ഹാർട്ടും മൈൻഡും ബാലൻസ് ചെയ്യുന്ന പോലെയുള്ള തീരുമാനങ്ങളാണ് കൂടുതലും ചൂസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് നിങ്ങളുടെ മസ്കുലിനും അതേപോലെ ഫെമിനൈൻ ആയിട്ടുള്ള എനർജി എപ്പോഴും ബാലൻസ് ചെയ്യുക. അതുപോലെ ഹാർട്ടും മൈൻഡും ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തുപോകുന്ന തീരുമാനങ്ങളായിരിക്കും നിങ്ങൾ കൂടുതലും ലൈഫിൽ ചൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. പിന്നെ അതുപോലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ഫാമിലിക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ്. നിങ്ങൾ കൂടെയുള്ളവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യാനും മടിയില്ലാത്തവരും കൂടെയാണ് നിങ്ങൾ. ഇതൊക്കെയാണ് തേർഡ് പിക്ചർ ചൂസ് ചെയ്ത ആൾക്കാരുടെ ക്വാളിറ്റീസ്. നിങ്ങൾക്ക് ഈ വീഡിയോ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ കമൻസും അതേപോലെ നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനും എനിക്ക് അത്രയും മോട്ടിവേഷൻ നൽകുന്നതാണ്, അതുപോലെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.